നമസ്കാരം. യമൻ പ്രസിഡന്റ് വധശിക്ഷ ശരിവെച്ചതോടെ നിമിഷപ്രിയയുടെ ജീവൻ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് അമ്മ പ്രേമകുമാരി. ഈ സാഹചര്യത്തിൽ മകളുടെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ആ അമ്മ. കഴിഞ്ഞ ഏപ്രിൽ 20-ന് യമനിലേക്ക് പോയ അവർ അവിടെ നിന്നും വീഡിയോ സന്ദേശത്തിലാണ് ഈ അപേക്ഷ മുന്നോട്ട് വെച്ചത്. നിമിഷയുടെ ശിക്ഷ നടപ്പാക്കാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ എന്നാണ് ഇന്നലെ ഞാൻ അറിഞ്ഞത്. ആ ജീവൻ രക്ഷിക്കാനായി എല്ലാവരും സഹായിക്കണം. എൻ്റെ അവസാനത്തെ അപേക്ഷയാണിത്. കേന്ദ്ര സർക്കാർ അടക്കം എല്ലാവരും കൈകോർത്ത് ശ്രമിക്കണം. ആക്ഷൻ കൗൺസിലിലെ ഓരോ മക്കളും നിമിഷയുടെ മോചനത്തിനായി ഇത്രയും കാലം സഹായിച്ചു. അവളുടെ ജീവൻ രക്ഷിക്കാനായി കഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും നന്ദിയും പ്രേമകുമാരി അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് യമൻ പ്രസിഡന്റ് വധശിക്ഷ ശരിവെച്ചത്. നിമിഷയുടെ ദയാഹർജി അനുവദിക്കാതെയുള്ള ഈ നടപടിയോടെ 1 മാസത്തിനകം വധശിക്ഷ നടപ്പാക്കുമെന്നതാണ് സ്ഥിതി. നിമിഷയുടെ മോചനം സാധ്യമാകാൻ ഇനി കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം ആശ്വാസധനം സ്വീകരിച്ച് മാപ്പ് നൽകണം. അതിനുള്ള ചർച്ചകളാണ് ഇനി നടക്കാനുള്ളത്. വധശിക്ഷയ്ക്കെതിരായ നിമിഷപ്രിയയുടെ അപ്പീല് യമൻ സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്നാണ് യമൻ പ്രസിഡന്റ് ദയാഹർജി നൽകിയിരുന്നത്. എന്നാൽ അതും തള്ളുകയായിരുന്നു. ദയാധനം നൽകിയുള്ള ഒത്തുതീർപ്പിന് നീക്കം നടത്തിയെങ്കിലും ഫലം കണ്ടിട്ടില്ല. നിമിഷയ്ക്കൊപ്പം ക്ലിനിക്ക് നടത്തിയിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദു മേദിയെ കൂട്ടുകാരി ഹനാനൊപ്പം ചേർന്ന് മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ്. തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വന്നു തുടങ്ങി. ഇതോടെ പ്രദേശവാസികൾ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് കൊലപാതകം പുറത്തറിഞ്ഞത്. യമനിൽ വെൽഡറായി ജോലി ചെയ്തിരുന്ന നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് മകളെയും കുട്ടി 2014-ലായിരുന്നു നാട്ടിലേക്ക് മടങ്ങിയത്. ഇതിനുശേഷം നിമിഷ തലാലിനെ പരിചയപ്പെടുകയും ക്ലിനിക്ക് തുടങ്ങാൻ ലൈസൻസിന് ഇയാളുടെ സഹായം തേടുകയുമായിരുന്നു. ക്ലിനിക്കിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി വേണമെന്ന് തലാൽ ആവശ്യപ്പെട്ടതോടെയാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായത്. 2018-ൽ യമനിലെ വിചാരണ കോടതിയാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. തനിക്ക് നിയമസഹായം ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി അവർ കോടതിയിൽ അപ്പീൽ നൽകി. തലാല് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നും സ്വയം രക്ഷയുടെ ഭാഗമായാണ് കൊലപ്പെടുത്തിയതെന്നും കോടതിയെ അറിയിച്ചു. എന്നാൽ ഹർജി കോടതി തള്ളുകയായിരുന്നു. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിന് അവസാനവട്ട ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. അവിടെ പ്രവർത്തിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമാണ് ഇത് വ്യക്തമാക്കിയത്. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മേദിയുടെ കുടുംബവുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 1-ന് ശേഷം പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ആശ്വാസധനം സ്വീകരിച്ച് നിമിഷയുടെ മോചനത്തിന് തലാലിന്റെ കുടുംബം സമ്മതിക്കേണ്ടതുണ്ട്. 2 ദിവസത്തിനകം കാര്യങ്ങളിൽ വ്യക്തത വരും. അതേസമയം 2 ഘട്ടമായി 40 ലക്ഷത്തോളം രൂപ യമനിലേക്ക് കൈമാറിയെന്നാണ് ആക്ഷൻ കൗൺസിൽ അംഗം സുഭാഷ് ചന്ദ്രൻ പറഞ്ഞത്. നിമിഷയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവെച്ച സാഹചര്യത്തിൽ സാമുവൽ ജെറോം അടക്കം ആരുടെ സഹായം സ്വീകരിച്ചും നിമിഷയുടെ ജീവൻ രക്ഷിക്കുക തന്നെയാണ് കൗൺസിലിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. വധശിക്ഷ വാർത്ത സ്വീകരിച്ച മന്ത്രാലയം മോചനത്തിനായി കുടുംബാംഗങ്ങൾ എല്ലാ വഴിയും തേടുന്നുണ്ടെന്നും ഇതിന് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. യമനിൽ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ലെന്നതാണ് പ്രധാന വെല്ലുവിളി. ഈ സാഹചര്യത്തിൽ പരിമിതമായ ഉദ്യോഗസ്ഥ സഹായം മാത്രമേ അവിടെ ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിലും ഇതേ നിലപാട് അറിയിച്ചിരുന്നു. വധശിക്ഷ നടപ്പാക്കൽ യമൻ പ്രസിഡന്റിന്റെ തീരുമാനത്തിലിരിക്കെയാണെന്നും നിമിഷപ്രിയയ്ക്ക് നിയമസഹായം എത്തിക്കുന്നത് ഉൾപ്പെടെ ചെയ്തു വരുന്നുണ്ടെന്നും ജൂലൈ 26-ന് സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിരുന്നു. ദയാധനം നൽകൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെയും നിമിഷപ്രിയയുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള വിഷയമാണെന്നുമാണ് ഡീൻ കുര്യാക്കോസ് MP-യുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അന്ന് വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ദയാധനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും മറ്റുമായി യമനിലേക്ക് പോകാൻ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിക്ക് ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയത്. ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ലാത്ത യമനിലേക്ക് അമ്മ പോകുന്നതിനോട് കേന്ദ്രം ഹൈക്കോടതി എതിർപ്പ് അറിയിച്ചിരുന്നു. തുടർന്ന് സ്വന്തം നിലയ്ക്കാണ് പോകുന്നതെന്ന് എഴുതി നൽകാൻ പ്രേമകുമാരിയോട് ആവശ്യപ്പെട്ട ശേഷമാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. പിന്നീട് യമനിലേക്ക് പോയ പ്രേമകുമാരി 5 മാസമായി അവിടെയാണുള്ളത്.